താമര പൂങ്കാവനത്തില് താമസിക്കുന്നോളെ പഞ്ചവർണ പൈങ്കിളിയില് പങ്കരങ്കുള്ളോളെ. ഞാൻ സുഹറ, നിങ്ങൾ എന്നെ മറന്നിട്ടില്ലെന്നറിയാം. നിനക്ക് ഒരു കളിക്കൂട്ടുകാരനുണ്ട്, മജീദ്. ഒന്ന് വന്ന് ചേർന്ന ഇമ്മിണി ബല്യൊന്ന് എന്ന് കണ്ടെത്തിയ കൂട്ടുകാരൻ. വേഗം നടക്കുന്നു കുഞ്ഞു പാത്തുമ്മ. ഇത് ഞാൻ തന്നെ, ആനമക്കാരുടെ പുന്നാരമുളയ കുഞ്ഞു താത്തുമ്മ. ഇതെന്റെ പുന്നാരമുള കുഞ്ഞു പാത്തുമ്മ. നിങ്ങൾക്കറിയോ, എന്റെ ഉപ്പുപാക്കൻ ആരുണ്ടായിരുന്നു? വലിയ കൊമ്പനാന. അല്ലുമ്മ, അത് കുഴിയാന എന്ന് കേട്ടിരിക്കണല്ലോ. ഒന്ന് പോയി ബീസെ, അത് അസൂയക്കാർ പറയണതാ. എന്റെ പുയ്യാപ്പിള, അതായത് എന്റെ വാപ്പ, അന്നെ നിക്കാഹ് കഴിക്കാൻ വന്നത് ആനപ്പുറത്ത് കയറിയിട്ടാ. അല്ല, ഇതാരെ ഇരിക്കണേ? ബെല്ലിക്കാക്കയോ? നിങ്ങൾ എന്റെ ആടിന് വെള്ളം കൊടുത്താ? അല്ല ബെല്ലിക്കാക്ക, എന്റെ ആട് ഇക്കാക്കന്റെ ഏത് പുസ്തകം സാപ്പിട്ടെ? അല്ലേലും ഇവിടെ ആർക്കും എന്നെയും എന്റെ ആടിനെയും ഇഷ്ടമല്ലല്ലോ. ബെല്ലിക്കാക്ക, ഒരു കാര്യം ഓതട്ടെ. എന്റെ ഗതിജാക്ക് ഒരു ജോഡി പൊന്നുകമ്മല് വാങ്ങിക്കൊടുക്കോ? മറ്റാരും ഇതറിയണ്ടാട്ടോ. അതെ, ഞാനാണ് നാരായണി. ഒരു മതിലുകൾക്കപ്പുറത്ത് നിന്ന് നിങ്ങളുടെ സുൽത്താനെ പ്രണയിച്ചവൾ, മരണം വരെ ഓർക്കുമെന്ന വാക്ക് കൊടുത്തവൾ. അങ്ങ് എന്നെ ഓർക്കുന്നുവോ? ഞാനാണ് മതിലുകളിലെ നാരായണി. ഈ സാറാമിയെ അങ്ങ് മറക്കില്ല. ശ്രീധനത്തിന്റെ പേരിൽ വീടിന് ഭാരമായപ്പോൾ ജാതിമത ചിന്തകൾക്ക് അതീതമായി സമൂഹത്തോട് പൊരുതിയവൾ, കേശവൻ നായരുടെ ജീവിത സഖി, മകന് ആകാശമിട്ടായി എന്ന് പേരിട്ടവൾ സാറാമ. എല്ലാരും നേരത്തെ വന്നല്ലേ, ഞാൻ വരാൻ ഇത്തിരി വൈകി. ഷോ, ഒന്നും വിചാരിക്കരുതിട്ടോ. എന്നെ മനസ്സിലായില്ലേ? ഞമ്മള് സൈനബ തന്നെ, മുച്ചീട്ടു കളിക്കാരന്റെ മകൾ സൈനബ. അല്ലോ, ബാപ്പയല്ലേ ആ പോണത്? റബ്ബേ, എന്നെ കാണണ്ട. പോയി. ഹാവോ, ജോറായി. ഞമ്മളെ വെട്ടി നോക്കി കോഴി ബിരിയാണി വെക്കൂന്നാ പറഞ്ഞു നടക്കുന്ന മൂപ്പര്. എന്തിനാ നമ്മള് മൂത്താപ്പാനെ നിക്കാഹ് കഴിച്ചിന്? നിങ്ങക്ക് അറിയില്ലേ, നമ്മുടെ പുയ്യാപ്പിളനെ കണ്ണിന് നേരെ കണ്ടൂടെ മൂപ്പർക്ക്. അതെ, ഞാനാണ് സരസ്വതി ദേവി, അനുരാഗത്തിന്റെ ദിനങ്ങളിലെ സരസ്വതി. വാർദ്ധക്യത്തിലും ബഷീറിന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിന്നവൾ, കഥകളുടെ സുൽത്താൻ, നിക്കാഹ് ചെയ്യാൻ മോഹിച്ചിരുന്നവൾ, റെയിൽവേ പാതകൾക്കരികിലെ ഇരുനില വീട്ടിൽ വിഷാദ മോഹന കാവ്യം പോലെ ജീവിച്ച ദേവി. അതെ, ഞാനാണ് ജമീല. ഓറഞ്ച് പൂവമ്പഴം എന്നോണം തിന്നവൾ. അത് കണ്ട് നിങ്ങളെല്ലാരും ചിരിച്ചില്ലേ? എനിക്ക് ആ പരിഭവം ലേശം ഉണ്ടിട്ടാ. എന്റെ പുയ്യാപ്പിളക്ക് ഇതുവരെ പൂവമ്പഴം കിട്ടിയില്ലാന്ന്. ഓര് പറയണേ ഞാനാണ് പൂവമ്പഴം. ഞാനാണ് ഭാർഗവി നിലയത്തിലെ ഭാർഗവി. ബഷീറിന്റെ ആ കൃതികളിൽ ചലച്ചിത്രമാക്കപ്പെട്ട ആദ്യ കഥ പേരെന്താണോ? നീലവെളിച്ചം. സാഹിത്യകാരന്റെ ഏകാന്തമായ വാസസ്ഥലത്ത് മൗനാന്യവാദമായി അദൃശ്യയായി നിന്നവൾ ഭാർഗവി. അതെ, ഞാൻ ടാറ്റയുടെ, അതായത് ബേപ്പൂർ സുൽത്താന്റെ ജീവിത സഖി. എന്നെ ഇത്താത്തയെന്നും ഫാബി എന്നും മൂപ്പര് വിളിക്കാറുണ്ട്. ഫാബി എന്നാൽ ഫാത്തിമ ബഷീർ. ഈ കഥാപാത്രങ്ങളൊന്നും മൂപ്പരെ പോലെ എനിക്കും മറക്കാനാവില്ല.